അടുത്ത ദിവസം അതിരാവിലെ പട്ടണത്തിലേക്ക് ഞാൻ വീണ്ടും പോയി. ആദ്യമായി കണ്ട ഗ്രോയേറ്റ്സ്ക സ്ട്രീറ്റിലുള്ള സെയിന്റ് ജെയിംസ് ദേവാലയത്തിൽ പ്രവേശിച്ചു. ഇനിയുള്ള ദൈവതിരുമനസ് അറിയാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവ്യബലി കഴിഞ്ഞ് മറ്റൊന്ന് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവ്യബലിയുടെ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. സെയിന്റ് ജെയിംസ് പള്ളിയുടെ വികാരി ഫാദർ ജെയിംസ് ഡബ്രോസ്കിയുടെ അടുക്കൽ ചെല്ലുക. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക. ഇനി എന്തു ചെയ്യണമെന്ന് അദ്ദേഹം നിന്നെ അറിയിക്കും. ദിവ്യബലിക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് ചെന്നു. എൻ്റെ ആത്മാവിൽ സംഭവിച്ചതെല്ലാം ഞാൻ ആ വൈദികനോട് പറഞ്ഞു. ഏതു സന്യാസ സഭയിൽ ചേരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞു. ആ വൈദികൻ ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും എൻ്റെ ഭാവിയെ കർത്താവ് ക്രമീകരിക്കുമെന്ന് ആഴമായി വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു. തൽക്കാലത്തേക്ക് ഒരു മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ താമസിക്കാൻ ഞാൻ നിന്നെ ഒരു ഭക്തയായ സ്ത്രീയുടെ അടുക്കൽ അയക്കാം എന്നദ്ദേഹം പറഞ്ഞു. ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവരുടെ കൂടെ താമസിച്ച നാളുകളിൽ ഞാൻ ഒരു മഠത്തിനു വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഏതെല്ലാം സന്യാസഭവനങ്ങളെ ഞാൻ സമീപിച്ചുവോ അവയെല്ലാം എന്നെ തിരസ്കരിച്ചു. ദുഃഖം എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു. ഞാൻ എൻ്റെ ഈശോനാഥനോട് പറഞ്ഞു, എന്നെ സഹായിക്കൂ, എന്നെ തനിയെ വിടരുതേ. അവസാനം നമ്മുടെ വാതിലിൽ ഞാൻ മുട്ടി. ഇപ്പോഴത്തെ മദർ ജനറാളും അന്നത്തെ മദർ സുപ്പീരിയറുമായ സിസ്റ്റർ മൈക്കിൾ എന്നെ വന്ന് കണ്ടു. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം ഈ ഭവനത്തിൻ്റെ നാഥൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ എന്നാരായാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഈശോനാഥനോടാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് എനിക്കുടനെ തന്നെ മനസ്സിലായി. വളരെ സന്തോഷത്തോടെ ഞാൻ ആ ചാപ്പലിൽ ചെന്ന് ഈശോയോട് ചോദിച്ചു, ഈ ഭവനത്തിൻ്റെ നാഥ, അങ്ങെന്നെ സ്വീകരിക്കുമോ? ഇപ്രകാരം അങ്ങയോട് ചോദിക്കുവാനാണ് ഇവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത്. ഉടനെ തന്നെ ഈ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ സ്വീകരിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ചാപ്പലിൽ നിന്ന് മടങ്ങി ചെന്നപ്പോൾ മദർ സുപ്പീരിയർ ആദ്യമായി ചോദിച്ചു, കൊള്ളാം, നിന്നെ നാഥൻ സ്വീകരിച്ചോ? ഞാൻ മറുപടി നൽകി, ഉവ്വ്. നാഥൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കുന്നു. ഇപ്രകാരമായിരുന്നു എൻ്റെ സഭാപ്രവേശം. എങ്കിലും പല കാരണങ്ങളാൽ 1 വർഷത്തിലധികം ഭക്തയായ അൽഡോണ ലിഷറ്റ്സ്കോവയുടെ കൂടെ പുറം ലോകത്തിൽ തന്നെ എനിക്ക് താമസിക്കേണ്ടി വന്നു. ഞാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ദൈവം തൻ്റെ കൃപകൾ സമൃദ്ധമായി എന്നിൽ വർഷിച്ചു. ദൈവത്തിനു വേണ്ടിയുള്ള തൃഷ്ണയാൽ ഞാൻ ഗ്രസിക്കപ്പെട്ടു. ഭക്തയായിരുന്നെങ്കിലും സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീക്ക് കഴിഞ്ഞില്ല. അവരുടെ മഹാമനസ്കതയിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. എങ്കിലും ഒന്നിനും സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത വിധം വിശാലമായൊരു ഹൃദയമാണ് എൻ്റേതെന്ന് ഞാൻ അറിഞ്ഞു. അതിനാൽ എൻ്റെ ആത്മാവിൻ്റെ ഉത്കടമായ തൃഷ്ണയോടെ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു.